എൻ്റെ കയ്യിലിരിക്കുന്നത് മെൽറ്റായി പോയ മിഠായിയാണ്. ഈ ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് ആപ്പിൾ തലയിൽ വീണപ്പോഴാണല്ലോ. അതുപോലെ ഈ മെൽറ്റായ ഒരു ചോക്ലേറ്റ് ബാർ കാരണം മറ്റൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു വ്യക്തിയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ കഥയൊന്ന് കേട്ടാലോ. 1945 റേഡിയോൺ കോർപ്പറേഷനിൽ നൂതന ആശയങ്ങളുടെയും പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് പേഴ്സി സ്പെൻസറിന്റെ ഏരിയയിൽ. സ്വയം പഠിച്ച് ഒരു എഞ്ചിനീയറായ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാന ഘടകമായ മാഗ്നട്രോൺസുമായി പരീക്ഷണത്തിലായിരുന്നു. മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യാനോ ആംപ്ലിഫൈ ചെയ്യാനോ ആണ് മാഗ്നട്രോൺസ് ഉപയോഗിക്കുന്നത്. തന്റെ പതിവ് പരീക്ഷണങ്ങൾക്കിടയിൽ പോക്കറ്റിൽ നിന്നും അദ്ദേഹം ഒരു ചോക്ലേറ്റ് ബാർ എടുത്തു. ഈ ചോക്ലേറ്റ് ബാർ ഒരു ലായനി പരുവത്തിലായിരിക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നും എന്തോ ഒരു ബൾബ് പൊള്ളിക്കത്തി. നേരെ അടുത്ത ദിവസം അദ്ദേഹം പോപ്കോൺ കേർണൽസ് വെച്ച് കോണിന്റെ വിത്തുകളെ വെച്ച് ഒരു പരീക്ഷണം നടത്തി. ഈ പോപ്കോൺ കേർണൽസ് മാഗ്നട്രോണിന്റെ അടുത്ത് വെച്ചപ്പോൾ അത് പോപ്പ് ചെയ്ത് പോപ്കോൺസ് ആയി മാറി. ഇതേ രീതിയിൽ മുട്ട വെച്ചൊരു പരീക്ഷണം നടത്തിയപ്പോൾ അതൊരു സ്ഫോടനത്തിലാണ് ചെന്ന് അവസാനിച്ചത്. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം കാര്യങ്ങളുടെ ഗുട്ടൻസ് മനസ്സിലാക്കിയ അദ്ദേഹം 1947 ലോകത്തിലെ ആദ്യത്തെ മൈക്രോവേവ് ഓവൻ റഡാർ റേഞ്ച് എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തു. ആദ്യം എയർപ്ലെയിൻസിലും മറ്റുമാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയതെങ്കിലും ഇന്ന് ടെക്നോളജി ആകെ മാറി മറിഞ്ഞതോടുകൂടെ സൗകര്യപ്രദമായ ഒരു കിച്ചൺ അപ്ലയൻസ് ആയി ഇത് ഉപയോഗിക്കുന്നു. അവിചാരിതമായി ഉണ്ടാകുന്ന ചില അബദ്ധങ്ങളിൽ നിന്നും വലിയ കണ്ടുപിടുത്തങ്ങൾ വരെ സംഭവിച്ചേക്കാം.